യശശരീരനായ പി പത്മരാജൻ സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയുടെ പേരാണ് കള്ളൻ പവിത്രൻ. പത്മരാജൻ്റെ ആദ്യത്തെ സിനിമ പെരുവഴി അമ്പലമാണ്, രണ്ടാമത്തെ ഒരിടത്തൊരു ഫയൽവാൻ, മൂന്നാമത്തേത് കള്ളൻ പവിത്രൻ. കള്ളൻ പവിത്രൻ എന്ന ടൈറ്റിൽ റോളിൽ അഭിനയിച്ചത് മഹാനടനായിരുന്ന നെടുമുടി വേണുവാണ്. ആ നെടുമുടിയേക്കാൾ നന്നായിട്ട് അഭിനയിച്ചത് അതിലെ സഹനടൻ ഗോപിയാണ്. അതിമനോഹരമായൊരു സിനിമയാണ് കള്ളൻ പവിത്രൻ. അത് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുന്നത് നന്നായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കള്ളൻ പവിത്രന് ശേഷം ഈ മലയാളക്കരയുടെ മനം കവർന്ന മറ്റൊരു കള്ളനുണ്ടെങ്കിൽ അത് കള്ളൻ വിജയനാണ്. കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കള്ളൻ വിജയൻ എന്ന പേരിൽ തിരുവനന്തപുരത്തിനടുത്ത് പൊങ്കമൂട്ടിലോ ഒരാണെന്ന് തോന്നുന്നു ഒരു നടനുണ്ട്. അദ്ദേഹം ഒരു കളവ് കേസിലും പ്രതിയായിട്ടില്ല. അദ്ദേഹം ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പുള്ളി ഒരു കളവിലും ഉൾപ്പെട്ട ആളല്ല. പുള്ളി കള്ളനേ അല്ല. എന്തോ കാരണവശാൽ ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോ അതോ മറ്റോ ഏതോ ബന്ധുവോ മടിയിലിരുത്തി താലോലിക്കുമ്പോൾ കള്ള എന്ന് വിളിക്കും. അങ്ങനെ പുള്ളിക്ക് കള്ളൻ എന്ന് പേര് വന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഒരു നാടക പ്രവർത്തകനായിട്ട് മാറി, നാടക രചയിതാവും നാടക സംവിധായകനും നടനുമായിട്ട് മാറി. പുള്ളി സ്വയം സ്വീകരിച്ച പേരാണ് കള്ളൻ വിജയൻ. ആർക്കും എന്ത് പേര് സ്വീകരിക്കുന്നതിന് ഈ രാജ്യത്ത് യാതൊരു തടസ്സവുമില്ല. അദ്ദേഹത്തിന് കള്ളൻ എന്ന പേരാണ് സ്വന്തം പേരോട് കൂട്ടിച്ചേർക്കാൻ തോന്നിയത്. ഈ കള്ളൻ വിജയനെക്കുറിച്ച് ഏഷ്യാനെറ്റിലും മാതൃഭൂമി ന്യൂസിലും മറ്റ് അച്ചടി മാധ്യമങ്ങളിലൊക്കെ വാർത്ത നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ കള്ളൻ വിജയനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നാടക സബരിയെക്കുറിച്ചും ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ചെറിയ ഫീച്ചർ, ചെറിയൊരു കുറിപ്പടി, ഒരു കുറിമാനം ദേശാഭിമാനി പത്രത്തിൽ എഴുതാൻ ഒരു സഖാവിന് താല്പര്യം തോന്നി. ഇദ്ദേഹം കുറച്ച് കാലമായിട്ട് അറിയപ്പെടുന്ന ഒരു സഖാവാണ്. ഫേസ്ബുക്കിലും മറ്റു തരത്തിലും പത്രങ്ങളിലുമൊക്കെ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ എഴുതി പ്രസിദ്ധനായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കൃതി മലയാള മനോരമയിലോ മാതൃഭൂമിയിലൊന്നും പ്രസിദ്ധീകരിക്കില്ല എന്ന് തോന്നിയുകൊണ്ട് സഖാവ് അത് ദേശാഭിമാനി കൊടുത്തു. ദേശാഭിമാനി ലേഖൻ പത്രാധിപൻ വായിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല, തെറ്റില്ല. സൺഡേ സപ്ലിമെൻറ്റിൽ ഇതൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ച് സൺഡേ സപ്ലിമെൻറ്റിൽ അത് സെറ്റ് ചെയ്ത് വെച്ചു. സംഗതി വശാൽ സഖാവ് VSൻ്റെ ചരമവാർഷിക ദിനത്തിൻ്റെ തലേ ദിവസം കൂടിയാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അന്നേ ദിവസം പ്രസിദ്ധീകരിക്കാം എന്ന് കരുതി പറ്റും. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒന്നാമത്തെ പേജിൽ സഖാവ് VSനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദീർഘകാല സഹപ്രവർത്തകനായിരുന്ന സുധാകരൻ എഴുതിയ ലേഖനമാണ്. അതിഗംഭീരമായ അതിമനോഹരമായ ലേഖനം. ഇതിൻ്റെ 4-ാം പേജിൽ, അതായത് സൺഡേ സപ്ലിമെൻറ്റിൻ്റെ 4-ാമത്തെ പേജിൽ കള്ളൻ വിജയനെക്കുറിച്ചുള്ള ലേഖനം. അതിൻ്റെ തലക്കെട്ട് തന്നെ കള്ളൻ വിജയൻ എന്നായിരുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഏതെങ്കിലും സാധാരണക്കാരായ സഖാക്കൾ, രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ സഹയാത്രികൾ, അതുമല്ലെങ്കിൽ ദേശാഭിമാനി പത്രം വളരെ താല്പര്യപൂർവ്വം വാങ്ങിച്ച് വായിച്ച് ഉത്ഭുതരായി കളയാം എന്ന് വിചാരിക്കുന്ന സത്യാന്വേഷികൾ അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തകർ, ഇവരാരെങ്കിലും ഒന്നാമത്തെ പേജിൽ VSനെ കുറിച്ചും 4-ാമത്തെ പേജിൽ കള്ളൻ വിജയനെക്കുറിച്ചും വായിക്കുമ്പോൾ തെറ്റിദ്ധരിച്ച് പോയാലോ എന്ന് ദേശാഭിമാനിയുടെ ഡെസ്കിലിരിക്കുന്ന ഏതോ ചില ബുദ്ധിമാന്മാർക്ക് സംശയം തോന്നി. ദേശാഭിമാനിൽ മുഴുവൻ ബുദ്ധിമാന്മാരും ബുദ്ധിശാലികളും ബുദ്ധിജീവികളും ആയതുകൊണ്ട് ഏതോ ഒരു ബുദ്ധിജീവി എന്ന് പറയുന്നത് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇത് മരവിപ്പിച്ചു. സൺഡേ സപ്ലിമെൻറ്റ് ഞായറാഴ്ച ഇറങ്ങിയില്ല. സൺഡേ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഞായറാഴ്ച തന്നെ ഇറങ്ങട്ടെ. അതിന് പകരം ഒന്നാമത്തെ പേജിൽ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സൺഡേ സപ്ലിമെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതല്ല. അപ്പോൾ ആളുകൾക്ക് വലിയ ജിജ്ഞാസയെ, എന്തുകൊണ്ടാണ് സാങ്കേതിക പ്രശ്നം? സാങ്കേതിക പ്രശ്നം എന്ന് വെച്ചാൽ മിക്കവാറും പ്രസ് കേടാകുക, അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം നിലയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ തെറ്റ് പറ്റുക. പിണറായി വിജയൻ്റെ ഫോട്ടോയുടെ അടിയിൽ CH കടാരൻ എന്നോ, അല്ലെങ്കിൽ AKGയുടെ പടത്തിന് ചോട്ടിൽ EMS നമ്പൂരി പടം എന്നൊക്കെ തെറ്റുമേടിക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കാതിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള തകരാറുകൾ വരണം. മിക്കവാറും സൺഡേ സപ്ലിമെൻറ്റ് നേരത്തെ അടിച്ചു വയ്ക്കാൻ മതി. തലേദിവസം അല്ല അടിക്കുക, ശനിയാഴ്ച അല്ല സൺഡേ സപ്ലിമെൻറ്റ് അടിക്കുക. എല്ലാ പേപ്പറുകാരും അങ്ങനെയാണ്. മാതൃഭൂമി വാരാന്ത പതിപ്പ് മിക്കവാറും വ്യാഴാഴ്ച തന്നെ അച്ചടി പൂർത്തിയാവും. മനോരമക്കാരും അങ്ങനെ വെച്ച് ഞായറാഴ്ച അത് പത്രത്തിനോട് കൊടുക്കാനല്ലേ. അതിൽ വേറെ ഇറാനിൽ അമേരിക്ക ബോംബിട്ട വാർത്തയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പതിവ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടുത്തെ ആളുകൾക്ക് സംശയം, ജിജ്ഞാസയും. ഉടനെ തന്നെ തിരുവനന്തപുരത്തുള്ള പത്രപ്രവർത്തകരൊക്കെ ചൂട്ടും കത്തിച്ച് പിടിച്ച് അന്വേഷണമായി. ഡയോജനീസിൻ്റെ പോലെ പട്ടാപ്പകൽ ചൂട്ട് കത്തിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് സുധാകരൻ സഖാവിൻ്റെ ലേഖനത്തിൽ VSനെ പ്രശംസിച്ച് പിണറായിക്ക് അഹിതകരമായി എന്തോ വന്നുപോയി എന്നാണ്. പത്രക്കാരല്ലേ, ബുദ്ധി കുറവാണ്.
ആ രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചു വിട്ടു. അപ്പോഴത്തേക്കും അതിനേക്കാൾ ശോഭജനകമായ വാർത്ത വന്നു. എന്താണ്? കള്ളൻ വിജയൻ എന്ന ലേഖനം 4-ാം പേജിൽ വന്നു. അത് നമ്മുടെ സഖാവ് പിണറായി വിജയനെക്കുറിച്ചാണ് എന്ന് ഏതെങ്കിലും നേർബുദ്ധികളായ സഖാക്കൾ തെറ്റിദ്ധരിച്ചാലോ എന്ന സന്ദേഹമാണ്. അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിന് ആശങ്ക. ഉൽപ്രേക്ഷാഖ്യം അലങ്കൃതി എന്ന് പറഞ്ഞ പോലെ അലങ്കാരം ഉൽപ്രേക്ഷയാണ്. കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് വിജയൻ സഖാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ട് അധികം നാളായില്ല. റെയ്ഡിനെതിരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച സഖാക്കൾ ഇപ്പോൾ സബ് ജയിലിൽ ഉണ്ടെന്ന് കഴിയാണ്. അവർക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഖാവ് പിണറായി വിജയനാണ് എന്ന് ആരും വിചാരിക്കില്ല. പക്ഷേ തെറ്റിദ്ധരിച്ച് പോയാലോ എന്ന് ദേശാഭിമാനിയുടെ ഡെസ്കിലിരിക്കുന്ന ചില പുങ്കവന്മാർക്ക് സംശയം തോന്നി. സത്യത്തിൽ കള്ളൻ വിജയൻ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഇല്ല. ഇതേത് ആരെങ്കിലും കള്ളൻ വിജയൻ എന്ന് വിളിക്കുന്നത് നിങ്ങളിതുവരെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പുള്ളിയെക്കുറിച്ച് ലാവലിൻ വിജയൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അഞ്ചൂട്ട സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ പങ്കായം വിജയൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വിഴിഞ്ഞത്ത് പോയതിനെക്കുറിച്ച്. ഏറ്റവും ഒടുവിൽ മാസപ്പടി വിജയൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മാസപ്പടി മാധവിള്ള എന്ന സിനിമയെക്കുറിച്ചോ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ അതേ പേരുള്ള പുസ്തകത്തെക്കുറിച്ചോ ആരെങ്കിലും ഒരു റിവ്യൂ എഴുതി ദേശാഭിമാനിന് കൊടുത്താൽ മാസപ്പടി മാധവിള്ള എന്ന് കേൾക്കുമ്പോൾ ഇത് മാസപ്പടി വിജയനെക്കുറിച്ചാണ് എന്ന് സംശയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല. പക്ഷേ ദേശാഭിമാനിക്കാർക്ക് ഈ നമ്പൂരി ശങ്ക കൂടുതലായതുകൊണ്ട് പ്രശ്നമായ ജലപിശാചാണ്. കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സഖാവ് വിജയനെക്കുറിച്ചാണ് എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കില്ല. വീരപ്പൻ വിജയൻ എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. അത് വീരപ്പൻ വിജയൻ വേറെ ആരെങ്കിലും കുറിച്ചാണെന്ന് വിചാരിക്കും. പക്ഷേ ദേശാഭിമാനി അത് മരവിപ്പിച്ചു. തിങ്കളാഴ്ച ഈ കള്ളൻ വിജയനെക്കുറിച്ചുള്ള ലേഖനം എടുത്തു കളഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചു. ഇതിനിടയിൽ ഏറ്റവും ഗംഭീരമായ പെർഫോമൻസ് നടത്തിയത് സഖാവ് എം സ്വരാജാണ്. അദ്ദേഹം ഇപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡൻ്റ് എഡിറ്റർ. ആ ഒരു പത്രാധിപൻ്റെ ശൗര്യവും വീര്യവും കണ്ടെങ്കിൽ ഈ സ്വരാജ് സഖാവ് മാധ്യമങ്ങളോട് സംസാരിച്ച് കാണും. വി എസിനെ അപകീർത്തിപ്പെടുത്തുന്ന ലേഖനം പ്രസിദ്ധീകരിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? വി എസിനെ കുറിച്ചുള്ള ലേഖനം നാളത്തിൽ വരും. സാങ്കേതികമായ തകരാറ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ തകരാറ് മാത്രമാണ്. നാം പറയുന്നു അഥവാ കൽപ്പിക്കുന്നു. നിങ്ങളത് കേട്ടാൽ മതി. മാധ്യമപ്രവർത്തകരെ, നിങ്ങളെക്കാളും ബുദ്ധിയും വിവരവും വിജ്ഞാനവും ഉള്ള ആളാണ് ഞാൻ. എന്നെ പഠിപ്പിക്കാനൊന്നും ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകനും ആയിട്ടില്ല. കാര്യം തൃപ്പൂണിത്തുറയിൽ തോറ്റും നിലമ്പൂരിൽ തോറ്റെങ്കിലും സഖാവിൻ്റെ ആത്മവിശ്വാസത്തിന് യാതൊരു കുറവില്ല കേട്ടോ. അടിവച്ച് കയറാണ്. ഇനി പിണറായി വിജയൻ്റെ കണ്ണടഞ്ഞാൽ പകരം ആരെയെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പോൾ നിലമ്പൂർ സ്വരാജ് അല്ലെങ്കിൽ പോത്തുകല്ല് സ്വരാജ് എന്നായിരിക്കും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടാൻ പോകും. കാരണം അത്ര ആത്മവിശ്വാസം കൂടി. ആത്മവിശ്വാസത്തിൻ്റെ എന്താണ് സീമകളെ അതിലംഘിക്കുന്ന ഒരു പെർഫോമൻസ് വിജയൻ സഖാവിന് അത്യുത്തമനായ പിൻഗാമി ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റിയാസ് അല്ല, എൻ്റെ അഭിപ്രായത്തിൽ സ്വരാജാണ്. ആ ഒരു ധിക്കാരവും ആ ഒരു അഹങ്കാരവും ആ ഒരു ധാർഷ്ട്യവും എന്താ രസം. അതിന് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് പകരം വെക്കാൻ വേറൊരാൾ ഇന്നിപ്പോൾ ഈ പാർട്ടിയിലില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും വിശദീകരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ഈ കള്ളൻ വിജയൻ എന്നുള്ള ലേഖനം ഫേസ്ബുക്കിൽ വന്നു. എന്ന് വെച്ച് സ്വരാജിന് വല്ല കൂസലുണ്ട്? ഒരു കള്ളം 10,000 തവണ ആവർത്തിച്ചാലും അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് അറിയും. പുള്ളി പറഞ്ഞു എത്ര ലേഖനങ്ങൾ ആരൊക്കെ അയച്ചു കൊടുക്കും, ആരൊക്കെ അത് പ്രസിദ്ധീകരിക്കുന്നു, ആരൊക്കെ തമസ്കരിക്കുന്നു, ഇതൊക്കെ വല്ലതും ഈ നാട്ടിൽ വാർത്തയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഉത്തരം പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ദേശാഭിമാനിയിൽ ഏത് വാർത്തയാണ് പ്രസിദ്ധീകരിക്കാൻ പറ്റത്, ഏത് ലേഖനമാണ് പ്രസിദ്ധീകരിക്കാൻ പറ്റത് നിങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങൾ ദേശാഭിമാനിയുടെ പത്രാധിപ സമിതിയിലുണ്ട്. അല്ലെങ്കിൽ സഖാവ് അജയൻ്റെ നേരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അജയൻ പറഞ്ഞു. അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ നിങ്ങളാരെങ്കിലും അറിയിച്ചു? ശരിയല്ലേ? ദേശാഭിമാനിയിൽ നിങ്ങളാരെങ്കിലും അറിയിച്ചില്ല. അപ്പോൾ പിന്നെ എന്താ സ്ഥിതി? അപ്പോൾ സ്വരാജ് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം. എന്തൊരു ബുദ്ധി. പണ്ട് ഈ കൈരളി ചാനലിൽ വന്നുകൊണ്ടിരുന്ന മണ്ടൂസ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതിൽ ഓരോ മണ്ടത്തരം ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്ദ്രൻസാണ് ആ റോൾ അഭിനയിച്ചത്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് ചോദിക്കും. ഈ സ്വരാജിൻ്റെ ഇത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയതാണ്, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി, എനിക്കുള്ളത്ര വിവരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ സഖാക്കളെ, ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്താണ് ഇന്ന് ഈ പാർട്ടി ഈ രൂപത്തിലെത്തിയത്. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും പ്രശോഭിക്കാൻ കാരണഭൂതൻ കള്ളൻ വിജയനല്ല, പിണറായി വിജയനാണ്. അത് നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണ്. ലാൽസലം.